പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, CUET UG 2026 എക്സാമിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ NTA ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 4 ഇറക്കിയിട്ടുള്ള പബ്ലിക് നോട്ടീസിൽ NTA വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ CUET UG 2026 എക്സാം വരുന്ന 2026 മെയ് മാസത്തിലാണ് നടക്കുക എന്നുള്ളത് NTA ഈ ഒരു ഇൻഫർമേഷനിലൂടെ ഔട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളും കൂടെ ഈ ഒരു നോട്ടീസിൽ NTA പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ CUET UG 2026 അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആധാർ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പിതാവിൻ്റെയോ നിങ്ങളുടെ അഡ്രസ്സോ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തോ തെറ്റുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നിങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തത് പറയുന്നത്, നിങ്ങളുടെ UDID കാർഡും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്. അഥവാ നിങ്ങളൊരു പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ആ UDID കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം, അത് വാലിഡ് ആയിരിക്കണം. മൂന്നാമതായിട്ട് പറയാം, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റും അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. OBC-കാർക്കാണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC ST, അതുപോലെ തന്നെ EWS, ഈ കാറ്റഗറിക്കൊക്കെ ഉള്ള അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്ത് വെക്കണമെന്നും NTA അറിയിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ലിങ്ക് നമുക്ക് CUET NTA വെബ്സൈറ്റിൽ ലഭ്യം, എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ CUET UG 2026 എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ ഇത്രയും പെടുന്ന ഇൻഫർമേഷനുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് CUET NTA വെബ്സൈറ്റിൽ റെക്കറൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ CUET UG 2026 എന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഏതൊരു സമയത്തും നിങ്ങൾക്ക് CUET UG ആപ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതുപോലെയുള്ള CUET UG എക്സാമിനെ കുറിച്ചുള്ള മറ്റു വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും.